നമസ്കാരം. മിർച്ചിയിൽ മണി മാറ്റേഴ്സുമായി നിഖിൽ ഗോപാലകൃഷ്ണനാണ് നിങ്ങളുടെ ഒപ്പം ഉള്ളത്. ഒപ്പം ഫെല്ലയും കൂടെ ഉണ്ട്. അപ്പം നിഖിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഫിനാൻസ് റിലേറ്റഡ് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് റിയാസ്. ആളുടെ സ്വന്തം സ്ഥലമാണ് തിരുവനന്തപുരത്ത്, ജോലി കോഴിക്കോടാണ്. അപ്പൊ തിരുവനന്തപുരം സിറ്റിയോട് ചേർന്ന് 3.5 സെന്റ് സ്ഥലം പുള്ളിക്കുണ്ട്. അത് വിറ്റാൽ 50 ലക്ഷം രൂപ കിട്ടും. സുഖമായി കോഴിക്കോട് ഒരു വീട് വാങ്ങാൻ പറ്റും. ബാക്കി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും പറ്റും. എന്നാൽ വൈഫ് പറയുന്നത് അത് വിറ്റ് പൈസ ബാങ്കിൽ FD ആയിട്ട് ഇട്ടിട്ട് മന്ത്ലി കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് കൊണ്ട് EMI അടയ്ക്കുന്ന രീതിയിൽ ഒരു വീട് കോഴിക്കോട് വാങ്ങാം എന്നാണ്. എന്താണ് സാറിന്റെ അഭിപ്രായം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ഇത് റിയാസിൻ്റെ ക്വസ്റ്റ്യൻ നല്ലതാണ്. ഇവൻ ഇത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. പല ആൾക്കാർക്ക് ഒരു 50 ലക്ഷം രൂപ അടുപ്പിച്ച് കിട്ടുന്നു. അതോടൊപ്പം കോഴിക്കോട് വീട് വാങ്ങണം. അപ്പോൾ കോഴിക്കോട് വീട് വാങ്ങണം എത്ര രൂപയ്ക്കാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇതിൽ അപ്പോൾ ചെറിയ പൈസയ്ക്ക് വാങ്ങണുള്ളൂ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 20 ലക്ഷം രൂപ താഴെയാണെങ്കിൽ ആ 20 ലക്ഷം രൂപയ്ക്കുള്ളത് കോഴിക്കോട് വീട് വാങ്ങാം. എന്നിട്ട് ബാക്കി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൽ നിന്ന് വേണമെങ്കിൽ ഇൻകം ഉണ്ടാക്കണമെങ്കിൽ ഇൻകം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ പൈസ വളർത്തണമെങ്കിൽ വളർത്താം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു നമ്പർ പറയാം. ഇപ്പോൾ 50 ലക്ഷം രൂപ നമ്മൾ FDയിൽ ഇട്ട് കഴിഞ്ഞാൽ 6% റിട്ടേൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം കഷ്ടി കിട്ടുന്നത് മാസം 25,000 രൂപയ്ക്ക്, എന്ന് വെച്ചാൽ 3 ലക്ഷം രൂപ ഒരു വർഷം കിട്ടും. അപ്പോൾ 25,000 രൂപയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു EMI എടുത്തിട്ട് അവിടെ വീട് വയ്ക്കാം. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6% കൂടുതൽ അത് വളരത്തില്ല. അപ്പോൾ അതിന് ക്യാപിറ്റൽ അപ്രീസിയേഷൻ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടുന്ന മൊത്തം ലോൺ അടച്ച് തീരുന്ന ഒരു വിഷയം ഉണ്ടാവും. അപ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഈ 50 ലക്ഷത്തിൻ്റെ വാല്യൂ ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ അവർക്ക് അന്നത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മളിപ്പോൾ വീട് വെച്ച് ഒരു 20 ലക്ഷം രൂപ താഴെ, എന്നിട്ട് ബാക്കിയുള്ള 30 ലക്ഷം രൂപ നല്ല മ്യൂച്വൽ ഫണ്ടിലൊക്കെ അത്യാവശ്യം നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു 10%, 12% ഒക്കെ റിട്ടേൺ കിട്ടുന്ന പൈസയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പൈസ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഡബിൾ ആവും. 6% വെച്ച് നമുക്ക് ഡബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 12 വർഷം എടുക്കും. ഈ 12% വെച്ച് ഡബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ 6 വർഷത്തിൽ നമുക്ക് ഡബിൾ ആക്കാൻ പറ്റും. ഇവർ യങ്സ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ വീട് വയ്ക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക, ലോൺ എടുക്കാതെ. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കുറച്ചും കൂടി ഡീറ്റെയിൽസ് കിട്ടിയാൽ കുറച്ചും കൂടി നന്നായിട്ട് പറയാൻ പറ്റും. പക്ഷേ ദിസ് ഈസ് എ റഫ് ആൻസർ.